ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സക്സസ്ഫുൾ ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു പഴയ സാരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ മുന്താണി വശം നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വശത്തു നിന്നാണ് ചുരിദാറിന് വേണ്ട ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഒരു കനം കൂടിയ ക്ലോത്ത് ആയതുകൊണ്ട് ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഈ സാരിയിൽ നിന്ന് നമുക്ക് ആവശ്യമായ ലെങ്ത്തിലുള്ള 2 പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസിൻ്റെ ഫോൾഡായി നിൽക്കുന്ന ഭാഗം നമ്മുടെ വശത്തേക്കും ഓപ്പൺ ആയി നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ഭാഗത്തേക്കും വരുന്ന രീതിയിലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ട അളവുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഷോൾഡർ 7.5 മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി കഴുക്കുയും അതേ അളവ് തന്നെ 7.5 മാർക്ക് ചെയ്തു. ചെസ്റ്റ് 9.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യാം. അടയാളപ്പെടുത്തി കൊടുത്ത മാർക്കിങ്ങിലൂടെ ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് കഴുക്കുയിൻ്റെ അവിടെ ഒരു ഇഞ്ചിലൊന്ന് ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുക്കുയി എടുത്ത അവിടെ തന്നെ 3.5 മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഗർഭ രൂപത്തിൽ ഒന്ന് കഴുക്കുയിൻ്റെ അവിടെ വരച്ചു കൊടുക്കാം. അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഷേപ്പ് ലെങ്ത്തിൻ്റെ അവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം 9.5 മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ 8.5 1 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓപ്പൺ ലെങ്ത്ത് 19 മാർക്ക് ചെയ്ത് കൊടുത്ത് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴ്വശത്തേക്ക് ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കാം. ഇതിലിപ്പം വിശദമായിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചുരിദാറിൻ്റെ കട്ടിങ് മാത്രമായിട്ടത്. അത് സൈഡ് ഓപ്പൺ ഉള്ളതിൻ്റെ. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം.
നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ കൂടെ മടക്കി പിടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. സെൻറ്റർ മൊത്തമായിട്ട് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് 2 പീസായിട്ട് മാറിയിട്ടുണ്ടാവും. സെൻറ്റർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മടക്കി വെച്ച പീസ് നീങ്ങി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പീസിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട സ്ലീവ് കട്ടിങ് എങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 പീസ് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 16 ഇഞ്ചാണ്. ആ ലെങ്ത്ത് നമുക്ക് കറക്റ്റ് അളവ് തന്നെയാണ്. പക്ഷേ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ ആ 12 ഇഞ്ച് വിഡ്ത്ത് നമുക്ക് ആവശ്യം വരില്ല. നമുക്കിവിടെ വേണ്ട അളവ് എന്ന് പറഞ്ഞത് 9 ഇഞ്ച് വിഡ്ത്താണ്. അപ്പം ആ 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വിഡ്ത്ത് എടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു 2.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോൾഡായി നിൽക്കുന്ന ഭാഗത്ത് ഒരു 3 ഇഞ്ച് മാർക്കിട്ട് അതിൻ്റെ നേരെ അടിയിലും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ കയ്യിൻ്റെ റൗണ്ടി എന്ന് പറഞ്ഞുകൊടുത്ത് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 7 ഇഞ്ചിൽ നിന്ന് 3.5 മാർക്ക് ചെയ്തെടുത്തേക്ക് ഒരു ലൈനൊന്ന് വരച്ച് കൊടുക്കുക. ഈ 2.5 ഈ 3 ഇഞ്ചിടത്തേക്കാണ് നമ്മൾ ഗർവാക്കി വരച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സെൻറ്ററിലൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം സ്ലീവിൻ്റെ സെൻറ്റർ മാറിപ്പോവാതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓപ്പൺ ആക്കി വെച്ച ഫ്രണ്ട് പീസുമേൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വിഡ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലും 30 ഇഞ്ച് ലെങ്ത്തിലുള്ള 2 പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 2 ഇഞ്ച് വിഡ്ത്തിലുള്ള പീസ് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് ഫുള്ളാക്കിയിട്ട് മടക്കിയിട്ട് പ്രസ്സടി കൊടുക്കുകയാണ് ചെയ്തെടുക്കേണ്ടത്. അത് ഫ്രണ്ടിൻ്റെ ഇടതുവശത്തേക്ക് വരുന്ന പീസുമേലാണ് നമ്മൾ 3 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അത് 4 ഇഞ്ചിൽ നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് 1 ഇഞ്ച് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ ഓപ്പൺ ലെങ്ത്ത് എന്ന് പറയുന്നത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചെടുക്കാം. ഇവിടെ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. ഒരു 10 ഇഞ്ചിലാണ് ഓപ്പണിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഒരു പീസ് മതി. ഈ 2 ഇഞ്ച് പീസ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതുമേൽ 3 ഇഞ്ച് പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ 2 ഇഞ്ച് പീസ് നമ്മളിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ഇത് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി ഫുള്ളായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അതേ പ്രകാരം ഫുള്ളായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ ഈ ഫ്രണ്ട് ഓപ്പൺ ഡേ നമ്മൾ എത്രയാ ലെങ്ത്ത് നമുക്ക് ഓപ്പണ് എവിടെയാണ് ലെങ്ത്ത് എന്നുള്ളത് അതുവരെ നമ്മൾ നടാൻ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന അളവ് പറഞ്ഞാൽ 30 ഇഞ്ചാണ്. 30 ഇഞ്ചിലാണ് ഓപ്പൺ വേണ്ടത്. അപ്പം ചിലർക്ക് 34 ആവാം, 36 ആവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് 30 വരെ മതി നമുക്ക് ഓപ്പൺ കൊടുക്കേണ്ട ഭാഗത്ത്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തത്. ഈ പീസ് 3 ഇഞ്ച് വെച്ച് അടിച്ച പീസ് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് 1 ഇഞ്ച് ഇത് കണ്ടോ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പം ഇവിടെ
1 ഇഞ്ചിൽ കണ്ടോ, ഇതിങ്ങനെ ഇവിടെ 1 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇതിൽ ഈ 3 ഇഞ്ച് പീസ് നമ്മൾ മടക്കി വെച്ചതിന് ശേഷം ഇവിടെ 1 ഇഞ്ചിൽ ഇതുണ്ടാവും. ആ 1 ഇഞ്ചിമൊക്കെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് പതിച്ചടിച്ചു കൊടുത്ത് ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തെടുക്കേണ്ടത്. ആ പീസ് അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചടിച്ചു. ഈ പീസ് ഇങ്ങനെ, ഈ പീസുമ്പോൾ കണ്ടില്ലേ ഒരു ഇതിങ്ങനെ ഇങ്ങോട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേമാതിരി സ്റ്റിച്ച് ചെയ്ത് വെക്കും. അപ്പം അടിവശത ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു. അപ്പം ഇതതിൻ്റെ അടിവശം ഇവിടെ ആയിരിക്കും നമുക്കിങ്ങനെ ഈ ഓപ്പണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ വടി ജസ്റ്റ് ഒന്ന് മടക്കി ഇതിവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി. കാരണം നമ്മളിതൊന്ന് വെച്ചടിക്കുമ്പോൾ ഈ കരൻ ഇവിടെ ഉണ്ടാവും, ഇങ്ങോട്ട് മടക്കി അടിക്കാൻ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇനി ഈ നെക്ക് നമുക്കൊരു ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നെക്കിനൊരു ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ പൈപ്പിങ്ങോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഇവിടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവാണ് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത അവിടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതേ പ്രകാരം മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ടത് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ട അളവുകളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം. ഇവരെ സെൻട്രൽ പിടിച്ചിട്ട് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം വേണ്ട അളവുകളൊക്കെ രേഖപ്പെടുത്തി കൊടുത്തു. അതിന് ശേഷം സ്ലീവ് തൊട്ട് നമുക്ക് സൈഡ് ഓപ്പൺ വരുന്ന 19.5 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഓപ്പണിൻ്റെ അവിടെ അടിച്ചു കൊടുക്കണം. സൈഡ് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് 1/4 ഇഞ്ചിലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്തെടുക്കേണ്ടത്. ഇത് ഈ ടോപ്പിൽ ഫ്രണ്ട് ഓപ്പണിൻ്റെ സ്റ്റിച്ചിങ്ങും സൈഡ് ഓപ്പണിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ടോപ്പിന് ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ അടിച്ചു കൊടുത്ത അവിടെ വേണമെങ്കിൽ കുറച്ച് മുത്ത് നമുക്ക് തുന്നി കൊടുക്കാം. അതേമാതിരി നെക്കിനും നമുക്ക് കുറച്ച് മുത്ത് വെച്ച് കൊടുത്ത് ഒന്നും കൂടി ഭംഗി കൂട്ടാം. ഇവിടെ കുറച്ച് പേൾമുത്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ സെൻറ്ററിലും നെക്കിനും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഡിസൈൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എന്നാൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇത്തിരി മുത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ടോപ്പിൽ ഇതാ ഒരു 5 മുത്തെടുത്തിട്ട് ഒരു 5 ഇഞ്ച് അകലത്തിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നെക്കിലും 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ മുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിലൊന്നും ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ കാണാൻ ഒന്നും കൂടി ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിലുള്ള മുത്ത് പറഞ്ഞാൽ ഈ വൈറ്റ് ആയിരുന്നു, ബ്ലാക്ക് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.